We will discuss about the cavity of larynx. So you can see in this diagram, this is the cavity of larynx. So that is the first part, it is the hyoid bone, you can see, no? So inside that the laryngeal inlet is there and it extends up to trachea. So above the laryngeal inlet it is the pharynx. So it extends from the laryngeal inlet above to the lower border of cricoid cartilage. അവിടെ വരെയാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. മനസ്സിലായല്ലോ? ലാരിഞ്ചൽ ഇൻലെറ്റ് മുതൽ ലോവർ ബോർഡർ ക്രിക്കോയിഡ് കാർട്ടിലേജ് വരെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എബോവ് ആയിട്ട് സുപ്പീരിയർലി എബോവ് ദ ലാരിങ്സ് ദി ഫാരിങ്സ് ഈസ് സിറ്റുവേറ്റഡ് ആൻഡ് ദ ഇൻഫീരിയർലി അതായത് താഴെ ദി ലാരിങ്സ് ഈസ് കണ്ടിന്യൂവസ് വിത്ത് ദി ട്രക്കിയ. അതാണ്. അപ്പം ഫാരിങ്സിനും ട്രക്കിയയ്ക്കും ഇടയ്ക്കുള്ള സ്പേസാണ് ദാറ്റ് ഈസ് ദി ലാരിങ്സ്. ഓക്കെ, നൗ യു വിൽ സീ ഇൻസൈഡ് ദി in the cavity of the larynx you can see two mucosal folds. Okay, that is the first one, that is the vestibular fold, or otherwise it is called as the false vocal cord. So you can see in this picture, that is the false vocal cord, or otherwise it is called as the vestibular fold. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തെ ആദ്യം കാണുന്ന ഫോൾഡാണ് വെസ്റ്റിബുലാർ ഫോൾഡ്. ആ ബ്ലൂ ലൈനിങ് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ഫോൾഡ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിക്ചറിൽ തന്നെ കാണാം, രണ്ട് മീൻസ് ഇതിൽ രണ്ട് ഫോൾഡ് കാണാം, മ്യൂക്കോസായിട്ട് രണ്ട് ഫോൾഡ്. അതിൽ ആദ്യം കാണുന്ന ഫോൾഡിന് നമ്മൾ പറയുന്ന പേരാണ് വെസ്റ്റിബുലാർ ഫോൾഡ്. അത് അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഫാൾസ് വോക്കൽ ഫോൾഡ്. ആൻഡ് രണ്ടാമത് കാണുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രൂ വോക്കൽ ഫോൾഡ്. മീൻസ് വോക്കൽ ഫോൾഡ് അല്ലെങ്കിൽ ട്രൂ വോക്കൽ കോൾഡ്. മനസ്സിലായത്? അങ്ങനെയാണ്. So the interior is lined by mucous membrane and it has two folds which project into the cavity from the lateral walls. ഇപ്പോൾ ഈ ലാറ്റർ വാളിൽ നിന്നല്ലേ രണ്ടെണ്ണം പ്രൊജക്റ്റ് ചെയ്തിരിക്കും, നമുക്ക് കാണാമല്ലോ. അതിൽ ഫസ്റ്റ് അപ്പർ പെയർ ഓഫ് ഫോൾഡിന് പറയുന്നത്, രണ്ട് സൈഡിലും ഉണ്ട് ആ ഫോൾഡ് അല്ലേ, രണ്ട് സൈഡിലും ഉണ്ട് ഫോൾഡിന് പറയുന്ന പേരാണ് വെസ്റ്റിബുലാർ ഫോൾഡ് അല്ലെങ്കിൽ ഫോൾസ് വോക്കൽ കോഡ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ് മനസ്സിലല്ലോ, ഈ ഇടയ്ക്കൊരു ഗ്യാപ്പ് കണ്ടില്ലേ, നമ്മൾ ക്ലോസ് ചെയ്തല്ലേ ഇരിക്കുന്നത്, ആ ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് റിമ വെസ്റ്റിബുളി. മനസ്സിലല്ലേ? ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ അതിന് ഫിഷർ എന്ന് പറയും, ഇതിന് പറയുന്ന പേരാണ് റിമ വെസ്റ്റിബുളി. പിന്നെ ഈ ലോവർ ഫോൾഡിന് നമ്മൾ പറയുന്ന പേരാണ് ട്രൂ വോക്കൽ കോൾഡ്. ഈ രണ്ടാമത്തെ താഴെ ഇരിക്കുന്ന ഫോൾഡിന് പറയുന്ന പേരാണ് ട്രൂ വോക്കൽ കോഡ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഫിഷറിന് പറയുന്ന അല്ലെങ്കിൽ ഗ്യാപ്പിന് പറയുന്ന പേരാണ് റിമ ഗ്ലോട്ടിസ്. ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദം ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി റിമ ഗ്ലോട്ടിസ്. സോ it is clear there are two fold mucosal folds ഉണ്ട്, the vestibular fold അല്ലെങ്കിൽ false vocal cord and true vocal fold. മനസ്സിലായി? അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് വോക്കൽ ഫോൾഡ് എന്നും പറയും. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ട്രൂ ഫാൾസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിന് പറയുന്ന പേരാണ് റിമ വെസ്റ്റിബുലി, ട്രൂവിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിന് പറയുന്ന പേരാണ് റിമ ഗ്ലോട്ടിസ്. നൗ യു വിൽ സീ ദി ഇൻലെറ്റ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ. ഇതാണ് ഇൻലെറ്റ് ഓഫ് ദി, അതിൻ്റെ ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓപ്പണിങ്, ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ലാരിങ്സ്. മനസ്സിലല്ല? അതിന് ഇത് ഓവൽ ഷേപ്പ് അല്ലേ, നമുക്ക് പിക്ചറിൽ തന്നെ കാണാം. അതിൻ്റെ ഷേപ്പ് എന്താണ്? ഓവൽ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടിങ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അതിരുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റീരിയർലി, അതായത് ഫ്രണ്ട് പാർട്ടിൽ ഗ്ലോട്ടിസാണ്, അപ്പർ ബോർഡർ ഓഫ് ഗ്ലോട്ടി. ഇതുണ്ട് എപ്പിഗ്ലോട്ടിസ്. ഇതിൻ്റെ കാർഡിൻ്റെ അപ്പർ ബോർഡർ എപ്പിഗ്ലോട്ടിക് കാർട്ടിലേജ് കണ്ടില്ലേ? മനസ്സിലായില്ല? അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും, അപ്പർ ബോർഡർ ഓഫ് എപ്പിഗ്ലോട്ടിസ്. ഇനി പോസ്റ്റീരിയർലി, അത് താഴ്ഭാഗത്ത് പോസ്റ്റീരിയർലി കാണപ്പെടുന്നത് ഇൻ്റർ അരിറ്റിനോയിഡ് മ്യൂക്കസ് മെംബ്രെയിൻ. മനസ്സിലായി? രണ്ട് മെംബ്രെയിൻ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നോച്ചിന് പറയുന്ന പേരാണ് ഇൻ്റർ അരിറ്റിനോയിഡ് നോച്ച് എന്ന് പറയും. ഇതാണ് പോസ്റ്റീരിയർലി. മേളത്തെ ഭാഗം എന്താണ്? എപ്പിഗ്ലോട്ടിക്. ആൻറ്റീരിയർലി എപ്പിഗ്ലോട്ടിക് കാർട്ടിലേജ്. നമ്മൾ ഈ പിക്ചർ നോക്കുമ്പോൾ മേളത്തെ ഭാഗമായിട്ട് തോന്നും. പോസ്റ്റീരിയർലി അത് ബാക്കിൽ എന്താണ് കാണുന്നത്? ഇൻ്റർ അരിറ്റിനോയിഡ് മ്യൂക്കസ് മെംബ്രെയിൻ. മനസ്സിലായി? ഇനി ലാറ്ററലി രണ്ട് സൈഡിലും എപ്പിഗ്ലോട്ടിക് ഫോൾഡ്. മനസ്സിലായി? രണ്ട് സൈഡിലും കാണപ്പെടുന്നത് എപ്പിഗ്ലോട്ടിക് ഫോൾഡ്. അതായത് ആൻറ്റീരിയർലി എപ്പിഗ്ലോട്ടിക് കാർട്ടിലേജ് അല്ലെ എപ്പിഗ്ലോട്ടിസ്, പോസ്റ്റീരിയർലി ഇൻ്റർ അരിറ്റിനോയിഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ലാറ്ററലി എപ്പിഗ്ലോട്ടിക് ഫോൾഡ്സ്. മനസ്സിലായി? അതാണ് ഇൻലെറ്റ് ഓഫ് ദി ലാരിങ്സ്. ഇനി ഡിവിഷൻസ്. ഈ ലാരിങ്സിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ? ഫസ്റ്റ് പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ.
മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇൻലെറ്റ് മുതൽ വെസ്റ്റിബുലാർ ഫോൾഡ് വരെയുള്ള സ്പേസാണ്. നമ്മൾ 2 ഫോൾഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മ്യൂക്കസ് ഫോൾഡ്, 2 മ്യൂക്കസ് ഫോൾഡ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഫോൾഡിന് പറയുന്ന പേരാണ് വെസ്റ്റിബുലാർ ഫോൾഡ് അല്ലെങ്കിൽ ഫോൾസ് വോക്കൽ കോഡ്. അപ്പം മീൻസ് ഇൻലെറ്റ് മുതൽ ആ ഫോൾഡ് വരെയുള്ള സ്പേസിന് പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. മനസ്സിലായില്ലേ? ഇവിടെയാണ് വെസ്റ്റിബുലാർ ലിഗമെൻറ്റ്സ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മിഡിൽ പാർട്ട്. മിഡിൽ പാർട്ട് എന്ന് പറയുന്നത് ഈ 2 ഫോൾഡിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു സ്പേസ്, ഇതാണ് ഏറ്റവും ചെറിയ സ്പേസ്. മനസ്സിലായില്ലേ? അതിന് പറയുന്ന പേരാണ് മിഡിൽ പാർട്ട്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ലാരിഞ്ച് ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് ദി വോക്കൽ ഫോൾഡ്. മീൻസ് അത് 2 ഫോൾഡിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഇനി അതിന് താഴെ ഇൻഫ്രാഗ്ലോട്ടിക് സ്പേസ്, അതാണ് ഏറ്റവും ഇൻഫീരിയർ ആയിട്ടുള്ള ചേമ്പർ. മനസ്സിലായല്ലോ? അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോക്കൽ ഫോൾഡ്, 2ാമത്തെ ഫോൾഡ് മുതൽ ഇൻഫീരിയർ ഓപ്പണിംഗ് ഓഫ് ദി ലാരിങ്സ്. മനസ്സിലായി? ട്രക്കേലോട്ടല്ലേ ഓപ്പൺ ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്യുന്നിടം വരെയുള്ള ആ സ്പേസിന് പറയുന്ന പേരാണ് ഇൻഫ്രാഗ്ലോട്ടിക് സ്പേസ്. അപ്പോൾ ഏതൊക്കെയാണ് സ്പേസുകൾ? ഒന്ന് വെസ്റ്റിബ്യൂളർ, 2ാമത്തെ ഏതാണ്? ദാറ്റ് ഈസ് ദി മിഡിൽ പാർട്ട്. മനസ്സിലായല്ലോ? ഈ മിഡിൽ പാർട്ടിന് നമ്മൾ വേറെ ഒരു പേരും കൂടെ പറയാറുണ്ട്. ആ മിഡിൽ പാർട്ടിന് പറയുന്ന പേരാണ് സൈനസ് ഓർ ദി വെൻട്രിക്കിൾ ഓഫ് ലാരിങ്സ്. മിഡിൽ പാർട്ടിന് സൈനസ് ഓർ വെൻട്രിക്കിൾ ഓഫ് ലാരിങ്സ് എന്നും പറയാറുണ്ട്. ഏറ്റവും ചെറിയ പാർട്ടാണ്. പിന്നെ ലോവർ പാർട്ട് പറയുന്ന പേരാണ് ഇൻഫ്രാഗ്ലോട്ടിക് സ്പേസ്. ഓക്കെ, ഇനി വോക്കൽ കോഡിനെ കുറിച്ചാണ്. ഇതാണ് വോക്കൽ കോഡ്. മനസ്സിലായല്ലോ? വോക്കൽ കോഡ് മനസ്സിലായത്? ഇതിനാണ് എന്താണ് പ്രധാന ഫങ്ഷൻ? വോയിസ് പ്രൊഡക്ഷനാണ്. ഈ ഓരോ വോക്കൽ കോഡിനും 3 പാർട്സാണുള്ളത്. ഒരു വോക്കൽ ലിഗമെൻ്റ് ഉണ്ട്, പിന്നെ വോക്കാലിസ് മസിലുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പാർട്ടുകൾ. ഇതിലെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ഫേമിലിയാണ് അതിൻ്റെ അണ്ടർലൈൻ സ്ട്രക്ചറുമായിട്ട് മീൻസ് അഡ്ഹിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പാർട്ടുകളാണ് എന്തൊരു ഒരു വോക്കൽ കോഡ്. വോക്കൽ ലിഗമെൻ്റ് ഉണ്ട്, വോക്കാലിസ് മസിലുണ്ട്, പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻ. ഇനി നൗ വി വിൽ സീ വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വോക്കൽ ഫോൾഡ് ആൻഡ് വെസ്റ്റിബുലാർ ഫോൾഡ്, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ട്രൂ വോക്കൽ കോഡ് ആൻഡ് ഫോൾസ് വോക്കൽ കോഡ്. ഇത് 2 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നത്. ഇനി ഫസ്റ്റ് ഫീച്ചർ കളർ. അപ്പോൾ നമ്മൾ വോക്കൽ ഫോൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പേളി വൈറ്റ് കളറാണ്. മനസ്സിലായല്ലോ? വോക്കൽ ഫോൾഡ് എന്ന് പറയുന്നതാണ് ട്രൂ വോക്കൽ കോഡ്. അവിടെ അതിന് ബ്ലഡ് സപ്ലൈ ഒന്നുമില്ല. ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കളർ എന്ന് പറയുന്നത് പേളി വൈറ്റ് കളറാണ്. അസേം വെസ്റ്റിബുലാർ ഫോൾഡിന് എന്നാ വെച്ച് കഴിഞ്ഞാൽ പിങ്ക് കളറാണ്. ബ്ലഡ് സപ്ലൈ ഉള്ളത് കൊണ്ട് അവിടെ പിങ്ക് കളറാണ്. ഇനി എപ്പിത്തീലിയം. ഈ വോക്കൽ കോഡിലെ എന്തായിരിക്കും? സ്ട്രാക്റ്റിഫൈഡ് സ്ക്യാമസ് നോൺ കെരറ്റനൈസിങ് എപ്പിത്തീലിയമാണ് ഉള്ളത്. വെസ്റ്റിബുലാർ ഫോൾഡിൽ സ്യൂഡോ സ്ട്രാക്റ്റിഫൈഡ് സീലിയേറ്റഡ് കോളമിനാർ എപ്പിത്തീലിയമാണുള്ളത്. ഇനി സബ്മ്യൂക്കോസ വെസ്റ്റിബുലാർ വോക്കൽ ഫോൾഡിൽ ഇല്ല, ആബ്സെൻ്റ്. കാരണം ഈ സബ്മ്യൂക്കസിലാണ് എപ്പോഴും ബ്ലഡ് വെസൽസ് ഒക്കെ കാണപ്പെടുന്നത്. ഇതിന് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് അവിടെ ആബ്സെൻ്റ് ആണ്. അസേം വെസ്റ്റിബുലാർ ഫോൾഡ് ഇറ്റ് ഈസ് പ്രസൻ്റ് ആണ്. പിന്നെ കമ്പോണൻസ്, വോക്കൽ കോഡിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? വോക്കൽ ലിഗമെൻ്റ്, വോക്കാലിസ് മസിൽ ആൻഡ് മ്യൂക്കോസ. അസമയം വെസ്റ്റിബുലാർ ഫോൾഡിൽ മ്യൂക്കോസ, സബ്മ്യൂക്കോസ ആൻഡ് വെസ്റ്റിബുലാർ ലിഗമെൻറ്റ്. ഇത് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫൊണേഷൻ, അതായത് പ്രൊഡക്ഷൻ ഓഫ് വോയിസ്. വെസ്റ്റിബുലാർ ഫോൾഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ്സ് എൻട്രി ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ടു ദി ലാരിങ്സ് ആൻഡ് നോ റോൾ ഇൻ ഫൊണേഷൻ. അതായത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊന്നും ഇതിന് പ്രത്യേക റോളുകൾ ഇല്ല. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ വോക്കൽ ഫോൾഡ് ആൻഡ് വോക്കൽ ഫോൾഡ് എന്ന് പറയുന്ന പേരാണ് ട്രൂ വോക്കൽ കോഡ്. മനസ്സിലായല്ലോ? വെസ്റ്റിബുലാർ ഫോൾഡ് എന്ന് പറയുന്നതാണ് ഫോൾസ് വോക്കൽ കോഡ്. ഓക്കെ, now it's the some applied anatomy. Sometimes the question may ask about applied anatomy. So laryngoscopy means it is examination of the interior of the larynx using laryngoscope. And hoarseness of voice is the most common symptom of cancer of larynx. Hoarseness of voice എന്ന് പറഞ്ഞാൽ നമ്മൾ വോയിസ് ഒരു പരിപരുത്ത തരത്തിലുള്ള ശബ്ദം. ഓക്കെ, പിന്നെ ഇഞ്ചുറി ഓഫ് ദി റിക്കറന്റ് ലാരിഞ്ച് നെർവ് ഡ്യൂറിങ് തൈറോയിഡക്ടമി ക്യാൻ കോസ് ലോസ് ഓഫ് വോയിസ്. മീൻസ് തൈറോയിഡക്ടമി എന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ആക്സിഡൻ്റലി ഈ റിക്കറന്റ് ലാരിഞ്ച് നെർവിന് ഇഞ്ചുറി ഉണ്ടാകും. അത് ഇറ്റ് ക്യാൻ കോസ് ദി ലോസ് ഓഫ് വോയിസ്. So that's all about the means cavity of the larynx.